ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും വരുന്ന കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നോക്കാം. ഫിയോൺസി എന്ന് പറയുന്നത് എ വുമൻ എൻഗേജ് ടു ബി മാരീഡ്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫിയോൺസി എന്ന് പറയുന്നത്. മെയ്ഡ് ആൻഡ് സ്പിൻസ്റ്റർ എന്താണ് വ്യത്യാസം നോക്കാം. മെയ്ഡ് എന്ന് പറയുന്നത് ഒരു യങ് അൺമാരീഡ് ഗേൾ ആണ്. സ്പിൻസ്റ്റർ ആൻഡ് അൺമാരീഡ് വുമൺ ആണ്. പോളിയാൻഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിംഗ് മോർ ദാൻ വൺ ഹസ്ബൻഡ്, ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉള്ള ആ ഒരു പ്രാക്ടീസിനെ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമിനെയാണ് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. പോളിഗമി ആവുമ്പോൾ ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം, സെയിം ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് പോളിഗമി. മോണോഗമി പേര് പോലെ തന്നെ മോണോ വൺ. ഇപ്പൊ മോണോഗമി എന്ന് പറഞ്ഞാൽ കസ്റ്റം ഓർ പ്രാക്ടീസ് ഓഫ് ഹാവിംഗ് ഓൺലി വൺ വൈഫ്, ഒരു വൈഫ് അറ്റ് എ ടൈം. മൊണാൻഡ്രി ഹാവിംഗ് ഓൺലി വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ക്രെഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു ബിലീവ് എനിത്തിങ്, എന്തും വിശ്വസിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ക്രെഡുലസ്. ഇൻസോംനിയ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു സ്ലീപ്പ് ആണ്, ഉറങ്ങാനുള്ള വിഷമത, ബുദ്ധിമുട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.